നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് കൂർക്ക മസാലയാണ്. കൂർക്കയുടെ തൊലി വളരെ വേഗത്തിൽ എങ്ങനെ കളയാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂർക്ക മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മലയാളികൾക്ക് ഉള്ളുപേർക്ക് ഇഷ്ടമുള്ളതാണ് കൂർക്ക. പക്ഷേ ഈ കൂർക്ക ഒരുക്കാനുള്ള പ്രയാസം കൊണ്ട് തന്നെ ആരും കൂർക്ക കറി വെക്കാറില്ല. അപ്പം അതിനു വേണ്ടി ഒരു എളുപ്പ പണി ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു തുണിയിൽ കൂർക്ക നമ്മളിങ്ങനെ ഇടും. അതിനുശേഷം ഇത് നന്നായിട്ട് നമ്മൾ തുണിയൊക്കെ ഇങ്ങനെ അലക്കുന്ന പോലെ അലക്കണം. എല്ലാം തൊലി പൊളിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം. കണ്ടത് ഇത്ര പോയിട്ടുണ്ട്. എല്ലാം ഫുള്ളും പോയിട്ടില്ല, കണ്ടോ കുറച്ചുണ്ട്. ബാക്കി നമ്മൾ ചിരണ്ടി എടുക്കണം. അത് നന്നായിട്ട് ഇത് ഒരുക്കിയതിന് ശേഷം നന്നായിട്ട് കഴുകണം. നല്ല മണ്ണുണ്ട്. അപ്പം ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കൂർക്ക പൊട്ടറ്റോ ഒക്കെ അരിയുമ്പോഴത്തേക്ക് വേറൊരു നല്ലൊരു പാത്രത്തിലോട്ട് വെള്ളം എടുത്ത് വെക്കണം. ഇത് അരിയുന്നത് നല്ല ആ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കൂർക്ക കറക്കാതെ ഇരിക്കും. പിന്നെ അരിയുന്നത് നിങ്ങളുടെ അനുസരിച്ച് എങ്ങനെ അരിയും. ഇപ്പം ഞാനൊരു ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. ഞാൻ ചട്ടിയിലാണ് കറി വെക്കുന്നത്. കൂർക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ ഇതിലോട്ട് ഇടുവാണ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിന് ശേഷം സവാള വേണം. ഇത് ഞാൻ ഒരു വലിയ സൈസ് സവാളയാണ്, നിങ്ങൾ ഒന്നെടുത്താൽ മതി. ഞാൻ 2 ചെറുതാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടുക. കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. മീറ്റ് മസാല 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂട്ടി ഇളക്കി അടുപ്പത്ത് വെച്ച് വേവിക്കണം. ഉപ്പ് നോക്കട്ടെ. പാകത്തിനൊത്ത തിളച്ച് നീ നമുക്ക് അടച്ച് വെക്കാം. ഇടയ്ക്ക് നിങ്ങൾ നോക്കണം. ഞാൻ ലോ ഫ്ലെയിമിലിട്ടെ. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട് ആ മസാലയുടെ ഒക്കെ. കൂർക്ക വെന്തിട്ടുണ്ട്, കണ്ടോ. ഇനി വെള്ളം പറ്റണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാക്കാം. വെന്തു ഞാൻ തീ ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ്. വെള്ളം പറ്റിയതിന് ശേഷം നമുക്ക് ചുവന്നുള്ളിയൊക്കെ താളിച്ച് ഇതിലോട്ടിട്ടിട്ട് ഒലത്തിയെടുക്കണം. കടുക് താളിക്കാനായിട്ട് 4 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില വേണം. ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം കടുക് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു. ചുവന്നുള്ളി ബ്രൗൺ നിറമാകുന്നുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിലോട്ടിട്ട് കൊടുത്തിട്ട്
ഇനി ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. മീഡിയം തീയിലിടണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. നന്നായിട്ട് ഉലത്തി നമുക്ക് എടുക്കാം. എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷായിരുന്നു കൂർക്കയും മസാലയും. ഇതുണ്ട്, പിന്നെ വേറെ ഒരു കറി എനിക്ക് വേണ്ടായിരുന്നു. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. നാടൻ നല്ല ഫ്ലേവർ കിട്ടും. കൂർക്ക ഒത്തിരി വെന്ത് പോകാതെ ശ്രദ്ധിക്കണം, കുഴഞ്ഞിരിക്കും. അതുകൊണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ ആ പാകത്തിന് വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ. നമ്മുടെ കൂർക്ക മസാല റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.